മെയിൻ രണ്ട് ഇഷ്യൂസും കംപ്ലീറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് വിഷ്വൽ ക്വാളിറ്റി, ഒന്ന് ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം, ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഗായ്സ്, DM7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ദിനുവേട്ടൻ്റെ വീട്ടിൽ കാസർഗോഡാണ് ഉള്ളത്. ഇപ്പോൾ കണ്ണൂർ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതിന് മുന്നേ നിങ്ങളൊരു ചെറിയ കാര്യം കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു 2 ദിവസം മുന്നേ നമ്മുടെ DJIയുടെ ഓസ്മോ ആക്ഷൻ 4 എന്ന് പറഞ്ഞ ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. സപ്പോർട്ട് ചെയ്ത് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ തന്നെ DJIയുടെ മൈക്ക് മിനി കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി 1 മന്ത് മുന്നേ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈക്ക് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പോകെ അത് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് കമ്മിയായിട്ട് വരിക. നമ്മൾ മാക്സിമം ഫോണിൽ സൗണ്ട് കൊടുത്താൽ മാത്രമേ ഒരു മിനിമം ഒരു ക്വാളിറ്റി വോയിസിൽ നമുക്ക് കേൾക്കണുള്ളൂ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഇല്ല, നല്ല ക്യാമറ വാങ്ങി, അപ്പോൾ വോയിസ് മോശമാകുമ്പോൾ അത് നല്ലതായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ DJIയുടെ തന്നെ മൈക്കും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സിങ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ മൈക്കിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് മൈക്കില്ലാത്ത സിറ്റുവേഷൻ അതുകൊണ്ട് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അൺബോക്സിങ് ചെയ്തു. പക്ഷെ എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താലോ? ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഇഷ്ടം. ഞാൻ എൻ്റെ ബോക്സ് നിങ്ങളെ കാണിച്ചില്ല അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. DJI മൈക്ക് മിനി. ഇതിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, മൈക്കും അതിൻ്റെ ആക്സസറീസ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു ക്യൂട്ട് പൗച്ചിലാട്ടോ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആക്ച്വലി. നമ്മളിപ്പോൾ ട്രാവൽ എല്ലാം ചെയ്യുന്ന സമയത്ത് റിസീവർ വേറെ, അതിൻ്റെ അത് വേറെ, ഇത് വേറെ എന്നൊക്കെ വെച്ച് വേറെ വെക്കണ്ടേ. അതിനേക്കാൾ എല്ലാം കൂടി ഇങ്ങനെ ഒരു പൗച്ചിലാകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ട്. ഓപ്പൺ ചെയ്താലോ? ഫസ്റ്റ് തന്നെ നമ്മുടെ ചാർജിങ് കേബിള്, വിൻഡ് സ്ക്രീൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാ ഈ സാധനമുള്ള സോഫ്റ്റ് പൂട ഇതാണ് കേട്ടോ. ഭയങ്കര ഇങ്ങനെ കാറ്റൊക്കെ വരുന്ന സമയത്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്കിൻ്റെ ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്ന കൊടുക്കുന്ന സാധനം. ഇതിൻ്റെ പുറകിലതേ ക്ലിപ്പ് ഉണ്ട്. ഇത് സോഫ്റ്റാണെന്നറിയാം. ഇത് 2 ജോഡി അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ കണക്ട് ചെയ്ത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെതും പിന്നെ പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ളതും 2 ജോഡിയുണ്ട്. ഇതൊന്നും നമ്മൾ ഫസ്റ്റ് വാങ്ങിയ മൈക്കിന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ മെയിൻ താരം നമ്മുടെ മൈക്ക്. ഇതതിൻ്റെ ചാർജിങ് കേസാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബട്ടൺ പോലെയുണ്ട്. അത് പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഞാനൊന്ന് എടുത്തതാണ്. ഇതാ ഞാൻ പറഞ്ഞ മറ്റേ എന്താ പറയുക വിൻഡ് സ്ക്രീന്. ഇത് സെപ്പറേറ്റ് ആയിരുന്നു, നമ്മൾ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ റിസീവറും അഡാപ്റ്ററും. ഇതിപ്പോൾ നമ്മൾ ഈ കേസ് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ 3-4 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചാർജ് തീരുമ്പോൾ അത് ഈ കേസിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ചെന്നൈയിൽ നിന്ന് നമ്മൾ കാസർഗോഡേക്ക് വന്ന വീഡിയോയിലാണെങ്കിലും ഞാനിത് ചേഞ്ച് ചെയ്തിട്ടേ ഇല്ല മൈക്ക്. അഥവാ മൈക്കിൻ്റെ ചാർജ് തീരുകയാണെങ്കിലും ഈ കേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാർജ് ആവും. കേസ് ഫുൾ ചാർജ് ആക്കിയാൽ നമുക്ക് 3 to 4 days വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാനില്ലേ റിസീവറിൻ്റെ കാര്യം പറഞ്ഞത്. റിസീവർ ആക്ച്വലി നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൻ്റെ അകത്തല്ലേ റിസീവർ ഉള്ളത്. റിസീവറിൻ്റെ ആവശ്യം കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ക്യാമറയുടെ അടുത്തായിട്ട് അത് ഉണ്ടായാൽ മതി. അത് കണക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോണിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാമറയിലേക്കോ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇതാ ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റിസീവർ ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോണിലേക്കോ ക്യാമറയിലേക്കൊക്കെ കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ റിസീവർ കണക്ട് ചെയ്യാതെയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാതെയും നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. റിസീവർ യൂസ് ചെയ്യാതെയും ബ്ലൂടൂത്ത് വഴി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. അതിന് പക്ഷേ നമുക്ക് ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം.
DJI Mimo എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ബ്ലൂടൂത്ത് വഴിയും നമുക്ക് ഈ മൈക്ക് റിസീവർ ഇല്ലാതെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ മെയിൻ ഒരു ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ, 2 ലെവൽ നോയിസ് ക്യാൻസലേഷനാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ക്രൗഡിനിടയിൽ പോകുമ്പോൾ പുറത്ത് പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള നോയിസ് ഉണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പം തന്നെ ഏട്ടൻ്റെ വീട് വരുന്നത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് വീട് വരുന്നത്. എൻ്റെ വീട് പോലെ ഉള്ളിലോട്ടല്ല, റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഇത് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല ഡിസ്റ്റർബൻസ് ഉണ്ട്. കിളികളുടെ സൗണ്ട് ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, അങ്ങനെ പല ഡിസ്റ്റർബൻസും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ വേറെ ലെവലാട്ടോ. അപ്പോൾ മൈക്കൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ 110% റെക്കമെൻഡ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൈക്ക് ക്യാമറ എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലുള്ള വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാനൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ വാങ്ങണം എന്തായാലും, പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കട്ടെ, ഒരു ഇൻകം വരികയാണെങ്കിൽ അതിൽ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നിയോ നന്നായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഉള്ള വീഡിയോസൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ DJIയുടെ ക്യാമറയാണെങ്കിലും അതുപോലെ തന്നെ മൈക്കാണെങ്കിലും. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങുക. നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ലേ? അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെന്നൈയിൽ നിന്ന് എങ്ങോട്ട് നമ്മുടെ കാസർഗോഡേക്ക് വന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും വീഡിയോ ക്വാളിറ്റി ഒക്കെ എന്ത് പെർഫെക്റ്റാണെന്നറിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങളോടൊന്നും ഇതൊന്ന് പറയണം എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.